ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1967. ഇന്ന് മെയ് മാസം 20-ാം തീയതി. ഈ ആണ്ടിലെ 140-ാമത്തെ ദിവസത്തിൽ വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തെ കൂട്ടുപിടിച്ചു. അതിന്റെ ആരംഭഭാഗത്ത് യേശു കൈമാറിയ നല്ലൊരു കഥയെ കൂട്ടുപിടിച്ചു. ആ യജമാനന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വിവിധ നേരങ്ങളിൽ വേലയ്ക്കാൻ നിർബന്ധിച്ച് പറഞ്ഞുവിട്ട പണിക്കാരെ കുറിച്ചും യജമാനന്റെ കടലോളം വരുന്ന അനുഭാവത്തെയും കരുണയും ഒക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. കരുണയെക്കാളും അപ്പുറത്ത് കുറെ കൂടി നീതിബോധവും നമ്മൾ പ്രകടിപ്പിച്ചേ മതിയാവൂ എന്നൊരു പാഠത്തിലെത്തി. അപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാവുന്നുണ്ട്. എല്ലാവർക്കും തുല്യമായി വീതിച്ച് നൽകുന്നതല്ല നീതിയെന്ന് നമ്മൾ പതിയെ പഠിച്ചു വരുന്നുണ്ട്. മറിച്ച് ഓരോരുത്തർക്കും അർഹമായത് നൽകുന്നതാണ് നീതി. അപ്പോൾ നിയമം എന്താണ്? നിയമം ഈ ആദ്യം പറഞ്ഞതാണ്, എല്ലാവർക്കും തുല്യമായി നൽകുന്നതാണ് നിയമം. അതുകൊണ്ടാണല്ലോ പലപ്പോഴും പലയിടങ്ങളിലും നിയമം നടപ്പാക്കുമ്പോൾ ആർക്കൊക്കെയോ നീതി നിഷേധിക്കപ്പെടുന്നത്, അർഹമായത് കിട്ടാതെയും ലഭിക്കാതെയും പോകുന്നതൊക്കെ. ശേഷിയുള്ളവനും ശേഷി കുറഞ്ഞവനും ഒരേ പാത്രത്തിൽ ഒരേ അളവ് കൊണ്ട് നൽകുമ്പോൾ ലഭിക്കുന്ന വസ്തുവിന്റെ തൂക്കത്തിൽ, അതിന്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമേ തുല്യതയുണ്ടാവുകയുള്ളൂ. സ്വീകരിക്കപ്പെടുന്നവന്റെ പ്രയോജന സാധ്യതയിൽ, അവരുടെ ഓരോരുത്തരുടെയും അതിന്റെ ഉപയോഗ സാധ്യതയിൽ അടിമുടി വ്യത്യാസമുണ്ട് കേട്ടോ. സ്വീകരിക്കുന്നവരുടെ ദയനീയത പരിഗണിച്ചേ മതിയാവും. സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിലെ സമൃദ്ധിയും തിരിച്ചറിയണം. അങ്ങനെ സ്വീകരിക്കുന്നവരുടെ ദയനീയതയും സമൃദ്ധിയും തിരിച്ചറിഞ്ഞിട്ട് വിതരണം നടത്തുന്നവരാണ് യഥാർത്ഥ ന്യായപാലകർ. അങ്ങനെയുള്ളവർ നമുക്കിടയിൽ ഇല്ലാതെ പോകുന്നു. 1-ാം മണി നേരത്ത് തോട്ടത്തിൽ പണിക്ക് കയറിയവർ 12-ാം മണി നേരത്ത് പണി കഴിഞ്ഞിറങ്ങുമ്പോൾ 12 മണിക്കൂറാണ് അവരുടെ അധ്വാനം. 11-ാം മണി നേരത്ത് തോട്ടത്തിലേക്ക് കയറിയവർ വെറും 1 മണിക്കൂർ നേരം മാത്രമാണ് അധ്വാനിക്കുന്നത്. എന്നിട്ടും യേശുവിന്റെ കഥയിലെ യജമാനൻ, ക്രിസ്തുയേശു ആകുന്ന ആ യജമാനൻ കൂലി കൊടുക്കുന്നത് ഒരേ നാണയം തന്നെയാണ് എല്ലാവർക്കും. അതെന്താ അങ്ങനെ? ഓരോരുത്തർക്കും അർഹമായതാണ് നൽകുന്നത്. ഓരോരുത്തരുടെയും ദയനീയതയും സമൃദ്ധിയും തിരിച്ചറിഞ്ഞാണ് അത് വിതരണം ചെയ്യുന്നത്. പരമാവധി വിലയേക്കാൾ അധികം വാങ്ങുന്നില്ല. നമ്മൾ അത് മനസ്സിലാക്കണം. എല്ലാവരും എപ്പോഴും നീതിക്ക് പ്രാധാന്യം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നിയമത്തിന്റെ പിന്നാലെ പോകുന്നതിനോടൊപ്പം കുറെ കൂടി നീതിയിലും കൂടി ജീവിപ്പാനായിട്ട് നമ്മളും പഠിച്ചു വരണ്ടേ, പഠിച്ച് വളരേണ്ടേ. ആമേൻ.